ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചത് തന്നെയാണ് പറയാൻ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാന ഭാഗങ്ങളിലാണ് പറഞ്ഞിരുന്നത്. എന്നാലും പറയാനുള്ളത് ഇത് തന്നെയാണ്. ഇന്ന് ഹൈറിച്ചിൻ്റെ ഓഫീസ് കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തീരുമാനമായിരിക്കുന്നത് ഒഴിഞ്ഞു കൊടുക്കാനും അതിലെ സാധനങ്ങളൊക്കെ ഓപ്ഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് തീരുമാനമായിരിക്കുന്നത്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. ഓഫീസ് കെട്ടിടം കൂടി ഹൈറിച്ചിന് നഷ്ടമാവുകയാണ്. അവിടെയുള്ള സാധനങ്ങളൊക്കെ ഓപ്ഷൻ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു സൂചനയാണ്, എന്താണ് ഈ കമ്പനിയുടെ ഭാവി എന്നതിനെ കുറിച്ചുള്ള സൂചനയാണ് അത്തരം കാര്യങ്ങൾ. ഓപ്ഷൻ നടത്തി കഴിഞ്ഞാൽ ആ പണം ആർക്ക് ലഭിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണം എത്രയും പെട്ടെന്ന് പരാതിക്കാർക്ക് വീതിച്ചു കൊടുക്കുമെന്നാണ് പറയാനുള്ളത്. അങ്ങനെയാണ് നിയമത്തിലുള്ളത്. അപ്പോൾ ഇതുവരെയും കമ്പനിയെ സപ്പോർട്ട് ചെയ്ത് കമ്പനി തിരിച്ചു വരും. കമ്പനിക്ക് ഇങ്ങനെ ആൾക്കാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ഇങ്ങനെ കേസ് നീട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്തതും പണപ്പിരിവ് നടത്തിയവരൊക്കെ പറയുന്നില്ല. അങ്ങനെയായി. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇന്ന് കണ്ട ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്, ഇങ്ങനെ കോടതി അനാവശ്യമായി കേസ് നീട്ടി വെക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ കേസിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കേസ് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് 23/6/2024 ഈ കമ്പനിയെ രണ്ടാമതും ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉത്തരവ് വരുന്നു. 21 ജൂണിന് ഉത്തരവ് വരുന്നു. രാത്രി 23 ഈ കേസ് ഫയൽ ചെയ്യുന്നത്, ജൂൺ 23. അതിനുശേഷം നിരവധി തവണ ഈ കേസ് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. എന്നാൽ ആ ദിവസങ്ങളിലൊക്കെ ഹൈറിച്ചിൻ്റെ വക്കീൽ നീട്ടി ആഴ്ചയിൽ 2 തവണയൊക്കെ നീട്ടി കൊണ്ടുപോയ ഒരു കേസാണ്. അവസാനം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്, അപ്പോൾ ഇതിന് സമാന്തരമായിട്ട് ഇവർ ഹൈക്കോടതിയിലും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞ നീട്ടിവെക്കണം, നമുക്ക് ഹൈക്കോടതി കേസുണ്ട്, നീട്ടിവെക്കണം, നമുക്ക് ഹൈക്കോടതി കേസുണ്ട്, നീട്ടിവെക്കണം, നമുക്ക് സുപ്രീം കോടതി കേസുണ്ട്, നീട്ടിവെക്കണം, നമുക്ക് സുപ്രീം കോടതി കേസുണ്ട് എന്നൊക്കെ പറഞ്ഞ് നീട്ടി വെച്ച ഒരു കേസാണ് ഈ കേസ്, അല്ലേ? ഇവരുടെ കയ്യിൽ എന്തെങ്കിലും കടലാസ് ഉണ്ടെങ്കിൽ അത് കാണിച്ചുകൂടെയായിരുന്നു ആ സമയത്തൊക്കെ, നീട്ടിവെക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ നീട്ടിവെച്ച് ഇവർക്ക് സുപ്രീം കോടതി എന്ന് ഒരു വിധി, ഡിസ്മിസ്ഡ് ആണെങ്കിലും ഇങ്ങനെ ഒരു വിധി കിട്ടിയിരിക്കുന്നു. അത് ഫ്രീസ് രണ്ടാമത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമപരമായിരിക്കണം എന്നുള്ളത്. പിന്നെ അതുമ്മിൽ പിടിച്ച് തൂങ്ങി വീണ് പേരണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നും എടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഒന്നാണ്, അതിൻ്റെ പ്രയർ വേറെയാണ്, അതിന് അവസാനം കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് വേറെയാണ്. പ്രയർ എന്താണോ അതല്ല അവസാനം വാദം നടന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിധി എടുത്തിട്ട് സെഷൻ കോടതിയിൽ വരുന്നു. അവിടെ പിന്നെ കോരം വാദം, ഭയങ്കര വാദമോട് വാദം. 2.5 മണിക്കൂറൊക്കെയാണ് നിർത്താതെ റിപ്പീറ്റ് അടിച്ച് പറയാണ്. ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് 3 ദിവസം അതുപോലെ ഇങ്ങനെ വേണ്ടാത്ത പ്രസംഗം നടത്തിയിട്ട് ഇപ്പോൾ പറയാണ് കേസ് നീട്ടിവെക്കുന്നു എന്ന്. ഒന്നാമതായിട്ട് ഈ കേസ് ജൂൺ 23 മുതൽ നീട്ടിവെച്ചത് ആരാണെന്ന് നിങ്ങൾ എടുത്ത് നോക്കണം. അതുപോലെ തന്നെ ഈ 3 ദിവസം കേസ് വാദിക്കുകയല്ല, പ്രസംഗിച്ച് സമയം കളഞ്ഞത് ആരാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. 10-15 മിനിറ്റാണ് ഗവൺമെൻറ്റിൻ്റെ വക്കീലിനും മറ്റ് വക്കീലന്മാർക്കും സമയം കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇവരെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഹൈറിച്ചിനെ ഇങ്ങനെ പൊക്കി അടിച്ച് നല്ല. അപ്പോൾ ഇതൊക്കെ ജഡ്ജി ഇങ്ങനെ തലക്ക് കൈയും വെച്ചിട്ടാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ. അങ്ങനെ കേട്ട അവിടെ പോയ ആൾ പറഞ്ഞാണ്, ഇവൻ ഇങ്ങനെ തള്ളുന്നത് ഇങ്ങനെ കേൾക്കും, ഞങ്ങൾക്ക് ഭയങ്കര ക്ഷമയാണെന്നാണ് പറഞ്ഞത്.
അപ്പോൾ നമ്മൾ ആമസോൺ പോലെയാണ്, മറ്റേതുപോലെയാണ്, നമ്മുടെ ചക്കയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തള്ളും. എന്നിട്ട് ഇപ്പം പറയുന്നത് ജഡ്ജ് നീട്ടിവെക്കുന്നു എന്ന്. എന്താണ്? ആദ്യം ഇതിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കൂ, എത്ര തവണയാണ് ഹൈറച്ച് നീട്ടി വെച്ചിരിക്കുന്നത് എന്ന്. എന്നിട്ട് പറ നീട്ടിവെച്ചത് ആരാണെന്ന്. അപ്പോൾ വേറെ കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാം. അതുകൊണ്ട് ബൈ ബൈ.